LDFിന്റെ പ്രകടന പത്രിക പുറത്ത് വന്നിട്ടുണ്ട്. കണ്ടായിരുന്നോ? അതെ, ഒരു മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ അതെ. വന്നിട്ട്. പറയുന്നത് എന്താന്ന് വെച്ചാല്, ഉം. കേരളത്തിലുള്ള മുഴുവൻ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്കും ജോലി കൊടുക്കും എന്നാണ് പറയുന്നത്. എവിടെ കൊടുക്കും ജോലി? ഇവിടെ എവിടെ കൊടുക്കും? എന്തുണ്ട്? ഇവിടെ ഒരു കാർഷിക വ്യവസ്ഥയുണ്ടോ? കുട്ടികൾ പഠിച്ച കുട്ടികൾക്ക് അത് വേണ്ടാന്ന് വയ്ക്കാം. ബ്ലൂ കോളർ ജോബാണ് വേണ്ടാന്ന് വയ്ക്കാം. അവർക്ക് എന്ത് പഠിച്ചാലും ഒരു സ്ഥാപനങ്ങൾ ഇവിടെയുണ്ടോ? ഉള്ള സ്ഥാപനങ്ങളൊക്കെ പൂട്ടി പൂട്ടി പോവുകയല്ലേ ചെയ്യുന്നത്. അതെ. 2 ദിവസം മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, ഇവിടുത്തെ പേരെടുത്ത ഹോസ്പിറ്റലാണ്. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ ഇംഗ്ലീഷൊക്കെ നന്നായി പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഒരു പുതിയ ആപ്പൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ. അതൊക്കെ പഠിച്ചിട്ടാണോ? നിങ്ങൾ ഇവിടെ നിൽക്കുമോ? ഇവിടെ നിന്നിട്ട് എന്താ മാഡം കാര്യം? 12,000 രൂപ 13,000 രൂപയല്ലേ കിട്ടുള്ളൂ. ഞങ്ങൾ അയർലൻഡിലേക്ക് പോകാനായിട്ടുള്ള വിസയ്ക്ക് നോക്കുന്നുണ്ട്. ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള വിസയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇവിടെ മിടുക്കരായ കുട്ടികളാണ്. അവർക്ക് നല്ല ബുദ്ധിശക്തിയുണ്ട്. ശരിക്കും പറയാൻ ലോകത്ത് എവിടെ പോവുകയാണെങ്കിലും മലയാളി നഴ്സുമാർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. എന്താണെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ആ കെയർ, വളരെ സ്നേഹത്തോടു കൂടിയും റെസ്പെക്റ്റോടു കൂടിയും കൊടുക്കുന്ന ആ കെയറിന് വേണ്ടിയിട്ട് ഈവൻ കെയർ ടേക്കേഴ്സായിട്ട് വരെ ഇസ്രയേലിലും മറ്റുള്ള സ്ഥലങ്ങളിലും പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ആളുകളാണ് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല? അവിടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഇവിടെ കൊടുക്കുന്നില്ല. ഒരു വലിയ സമരത്തിലാണ് പ്രിയൻ ഇവിടുത്തെ നഴ്സുമാർ. കാരണം അവർക്ക് എങ്ങനെയാണ് ഈ 18,000 രൂപ 16,000 രൂപ കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ പറ്റുന്നത്? ബംഗാളിൽ നിന്ന് ഇവിടെ വരുന്ന പണിക്കാർക്ക് അതിൽ കൂടുതൽ കിട്ടും. കിട്ടുന്നുണ്ട്. നമ്മുടെ ഗാർഡനറിന് ഒരു ദിവസം 1,400 രൂപയോളം പല വീടുകളിലും ജോലി ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ എത്ര രൂപയായി? 10,000-40,000 രൂപയായില്ലേ? അതുപോലും ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് വന്ന ഒരു കാര്യമാണ്. എത്രയോ വർഷം, പതിറ്റാണ്ടുകളോളം 35 വർഷം, 3.5 പതിറ്റാണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിലെ ആളുകൾ മുഴുവൻ ഇപ്പോൾ കേരളത്തിലാണ്. പക്ഷേ 10 കൊല്ലം തികച്ച് ഭരിച്ചപ്പോഴേയും നമ്മുടെ മിടുക്കരായ കുട്ടികൾ മുഴുവൻ പലായനം ചെയ്യാണ്. 30 ലക്ഷം പേര്. 30 ലക്ഷം യുവതലമുറ, അതായത് നമ്മളുടെ ഇവിടുത്തെ അഭിമാനമായി മാറേണ്ട, കേരളത്തിനെ ലോക സംസ്കാരത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട യുവതി യുവാക്കളാണ് ഒരു നല്ല ജീവിതം ആഗ്രഹിച്ച് പുറത്തേക്ക് പലായനം ചെയ്യുന്നത്. എൻ്റെ മകൻ കുറച്ച് നാൾ പഠിക്കാനായിട്ട് ഇറ്റലിയിൽ പോയിരുന്നു. കോഴ്സ് കഴിയുന്ന സമയത്ത് മോൻ പറയാൻ തുടങ്ങി, അമ്മേ ഇറ്റ്സ് സോ നീറ്റ് ഓവർ ഹിയർ, ഇറ്റ്സ് സോ ക്വയറ്റ് ഓവർ ഹിയർ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ അവൻ അവിടെ കുടുങ്ങിയെന്ന് വെച്ച് ഭയങ്കര വിഷമമായിപ്പോയി. എന്തുകൊണ്ട് ആ കുട്ടിക്ക് തോന്നുന്നു ഇവിടെ എങ്ങനെ പുറത്തിറങ്ങിയാൽ നടക്കാൻ പറ്റും? മാലിന്യത്തിൻ്റെ കൂമ്പാരത്തിലല്ലേ നമ്മളിരിക്കുന്നത്. പുറത്തുപോയി പഠിക്കുന്ന കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതേ ഇല്ല. ഇവിടെയുള്ള കുട്ടികളും അവരുടെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളുടെ ഓരോ ഇത് കണ്ടിട്ട്, വീഡിയോ കണ്ടിട്ട്, അവരുടെ ഫോട്ടോസ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഭൂമിയിലെ സ്വർഗം, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ തന്നെ പറയുന്നു. പക്ഷെ അത് പറഞ്ഞാൽ മാത്രം മതിയോ? ഒരു വ്യവസ്ഥ നമുക്കിവിടെ ഉണ്ടോ? കുട്ടികൾ പഠിച്ചു വരുമ്പോൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് മെച്ചപ്പെട്ട ജീവിത സൗകര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ CIT യൂണിയനിൽ ഉടനെ മെമ്പർഷിപ്പ് എടുക്കണ്ടേ? ജയ് വിളിക്കണ്ടേ? പിണറായി സഖാവിന് മുദ്രാവാക്യം വിളിക്കണ്ടേ? പിന്നെ ആര് വന്ന് നമ്മളെ കൊല്ലുന്നു നമുക്കറിയില്ലല്ലോ ഈ യൂണിയനിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അവർ തന്നെ പറയും, ഈവൻ പഠിക്കാൻ കുറച്ച് മിടുക്കരായ കുട്ടികളെ തന്നെ അച്ഛനമ്മമാർ പുറത്ത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അയക്കുന്നത്. പുറത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തുമുള്ള കേരളത്തിലല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് അയക്കുന്നത്. കേരളത്തിൽ റിഡൻഡൻ്റ് ആയി എന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ വായിക്കുകയായിരുന്നു, 85,000-ഓളം സീറ്റുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും എൻജിനീയറിങ്ങിനൊക്കെ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട, ഇവിടെ പഠിക്കേണ്ട. എന്ത്? ഞാനും പ്രിയനും ഒക്കെ പഠിച്ച സിലബസ് തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചാൽ അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് ഏറ്റവും ലോകോത്തര നിലവാരത്തിലുള്ള സിലബസിലുള്ള പഠനമാണ് അവിടെ നടക്കുന്നത്. IASൻ്റെ റാങ്ക് ലിസ്റ്റ് എടുക്കൂ, നമുക്ക് 1ാമത്തെ റാങ്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഏറ്റവും പുച്ഛിച്ച് തള്ളുന്ന ബീഹാറിൽ നിന്നും UP യിൽ നിന്നൊക്കെയാണ് 1ാമത്തെ റാങ്ക്. അല്ല, നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ടത്ര സിലബസിലുള്ള പോലത്തെ പഠിത്തം ഇവിടെ കിട്ടുന്നില്ല. പ്രിയ, അവർ പുറത്തു പോയി രക്ഷപ്പെടട്ടെ എന്ന് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് പറയാമെങ്കിലും ഒരു മകള് വീടിന് വെളിച്ചാണ്. രാവിലെ എണീക്കുമ്പോൾ അമ്മേ, അച്ഛാ, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ് പറയാനൊരു കുഞ്ഞില്ലാണ്ട് ഒരു അച്ഛനും അമ്മയും ഇങ്ങനെ മൂകരായിട്ട് TVയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. പുറത്തിറങ്ങുമ്പോൾ പ്രായമായവർ മാത്രമുള്ളൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കുട്ടികളില്ല, യുവത്വമില്ല. അപ്പോൾ പിണറായിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. 10 വർഷം കൊണ്ട് എത്ര പേരെ അങ്ങേരെ കെട്ടുകെട്ടിച്ചു.
അതെ, ശരിയല്ലേ? വൃദ്ധസാധനങ്ങൾ മാത്രം കേരളത്തിൽ കാണും. വൃദ്ധസദനങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ വലിയ 5 സ്റ്റാർ ഇപ്പോഴും പരസ്യങ്ങൾ വരുന്നുണ്ട്. 5 സ്റ്റാർ വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ അവിടെ നിന്ന് കാശ് അയച്ചു കൊടുക്കുക. അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കോളിൽ കൂടെ. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട്, ആ പത്മജ അവർ ഞങ്ങളെ ദിവസവും വീഡിയോയിൽ കൂടെ വിളിക്കും. പക്ഷേ എൻ്റെ മോനെ തൊടുന്ന ആ ഒരു അവനെ തടവുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, അവനൊരു ഉമ്മ കൊടുക്കുമ്പോൾ, അവനെനിക്കൊരു ഉമ്മ തരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ വേദന അവർ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അവർ പല ദിവസവും അവൻ വിളിക്കാറുണ്ട്. അവൻ എനിക്കൊരു പുതിയ സാരിക്കുള്ളത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കല്യാണിലേക്ക്. ഒരു മാല മേടിച്ച് തന്നു. അതൊന്നും അല്ലല്ലോ ഒരു അമ്മയുടെ സന്തോഷം. പ്രിയ, ഇവരെ നമ്മൾ നാട് കടത്തണം. ഇതൊന്നും വായിച്ചിട്ട് ജനങ്ങൾ ചിരിക്കുകയാണ്. ഇവിടെ എവിടെ ജോലി കൊടുക്കാൻ പോണു? എന്തെങ്കിലും ഒരു ജോലി, ഗവൺമെൻറ് ജോലി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് എവിടെ ജോലിയുണ്ട്? ഗവൺമെൻറ്റിന് ജോലി കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. KSRTCയിൽ ശമ്പളം കൊടുത്തിട്ട് എത്ര നാളായി? അല്ലെങ്കിൽ ഇവിടെ DNS അലവൻസ് എന്ന് പറയും, നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നതനുസരിച്ച് കൊടുക്കുന്നതാണ് സർക്കാർ ജീവനക്കാർക്ക്. അത് കൊടുത്തിട്ട് എത്ര നാളായി? അത് കൊടുക്കാൻ പൈസയില്ല. ഇവർ അധികാരത്തിൽ വരുമ്പോൾ വെളിച്ചെണ്ണയുടെ വില എത്രയായിരുന്നു? 47 രൂപ. ഇപ്പം എന്താണ് അതിൻ്റെ വില? അരിയുടെ വില എന്താണ്? വിലക്കയറ്റം കൂടി വരികയാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ ദിവസ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീട്ടിലേക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അവരെ മദ്യത്തിൻ്റെ അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു 1000 രൂപ കിട്ടണമെങ്കിൽ 800 രൂപ മദ്യത്തിൻ്റെ ബിവറേജസിൽ കൊടുക്കും. അതും ഗവൺമെൻറ് പിടിച്ചു വാങ്ങി. 80 രൂപയുടെ മദ്യമാണ് 100 ഇരട്ടി എത്ര വില? 150-200 ഇരട്ടി വിലയിൽ. കണക്കിൽ അത്രയും നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുകയാണ്. വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയൊക്കെ പറയും, സഹായിയായിട്ട് നിൽക്കുന്നത് ഫാൻ കറക്കുന്ന പോലെ തലമുടി പിടിച്ച് വട്ടത്തിൽ കറക്കുന്നതെന്ന്. അപ്പം അടുത്ത വീട്ടുകാർ പറയും, ഗോപാലൻ ചേട്ടൻ വന്നിട്ട് അദ്ദേഹം വന്നിട്ട് നിൻ്റെ നിലവിളി കേട്ട് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് വിളി കേട്ടിട്ട്. ഇങ്ങനെ നമ്മളുടെ ജനതയെ ഏറ്റവും തരത്തിലേക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആകപ്പാടിയുടെ വരുമാനം എന്ന് പറയുന്നത് എന്താ? ലോട്ടറിയും മദ്യവും മാത്രം. വേറെ എന്ത് കേരളത്തിൽ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കേരളത്തിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, പുതിയ ബ്രാൻഡിക്ക് പേര് കൊടുത്തോ പറഞ്ഞോ? പേരെന്താണ് പറയൂ? പാലക്കാടില്ല എൻ്റെ വന്നിരിക്കുന്നത്. പുതിയ ബ്രാൻഡി ഇറക്കുന്നുണ്ട്. അതിനൊരു മത്സരം വെക്കാൻ അവർ തീരുമാനിച്ചു. ഏറ്റവും നല്ല പേര് സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം. ഒരു ഫുള്ള് സമ്മാനം. ഇതൊക്കെ ലോകത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും നന്നായി നടത്താവുന്ന കാര്യമാണ് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുത്തുവാലെടുത്തിരിക്കുക. നമ്മളുടെ ബോട്ടുകളുണ്ടല്ലോ, ഹൗസ് ബോട്ടുകൾ, അവർക്കൊന്നും ടൂറിസത്തിൽ നിന്നുള്ള യാതൊരു വരുമാനവും ഇല്ല. പിന്നെ ഇവരെന്താണ് പറയുന്നത്? മരുമോനിക്കയാണ് ടൂറിസം മന്ത്രി. കുണ്ടും കുഴിയും ചാടി വന്നാൽ ഇത്തിരി നേരം നമുക്ക് വെള്ളത്തിലൊന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും റോഡില്ലെങ്കിൽ എന്താ? പുള്ളിയുടെ റീൽസ് കാണുന്നില്ലേ? ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ കൊള്ളാം. അങ്ങനെ ഇനി അടുത്തത് ഇപ്പോൾ ജോലിയൊക്കെ ഇപ്പോൾ തീരുമല്ലോ. ഇനിയിപ്പോൾ ഒരു അഭിനേതാവട്ടെ, റീൽസൊക്കെ ഉണ്ടാക്കി ഭാര്യയും ഭർത്താവും കൂടെ ആർമാദിക്കട്ടെ, വേണമെങ്കിൽ അമ്മായിപ്പനെയും കൂടെ കൂട്ടിക്കോട്ടേന്ന്. അതൊക്കെ ഇനി നടക്കുകയുള്ളൂ. പക്ഷേ ഈ LDFിൻ്റെ പ്രകടന പത്രിക തികച്ചും നിരാശാജനകമാണ്. നടക്കാൻ പോകുന്ന ഒരു കാര്യം, കേരളത്തിൽ നടത്താൻ പറ്റുന്ന ഒരു കാര്യവും അതിലില്ല. കാരണം കേരളം ബഹുദൂരം പുറകോട്ട് പോയി കഴിഞ്ഞു. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു വികസനമില്ല. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് ആ മണലാരണ്യത്തിൽ കിടന്ന് ആദ്യം പോയ ആളുകൾ അയച്ച പൈസ ഉണ്ടല്ലോ. എങ്ങനെയാണ് കേരളം നമ്പർ 1 ആയത്? ചികിത്സാ രംഗത്ത് അവരയച്ച പൈസ. എങ്ങനെയാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഒന്നായത്? ബുദ്ധി നമുക്കുണ്ട്. പക്ഷേ നല്ല സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന അവിടുത്തെ സ്കൂളുകൾ കണ്ടിട്ട് അവിടുന്ന് വന്ന പൈസ വെച്ചിട്ടാണ് നല്ല സ്കൂളുകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്തത്. ആന്തൂർ സാജൻ്റെ കാര്യം ഓർമ്മയില്ലേ? ആരാണ് തള്ളിവിട്ടത്? ഞാൻ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ ഒപ്പിടില്ല എന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞ ആരാണ്? PK ശ്യാമള, നമ്മുടെ ഗോവിന്ദ മാസ്റ്ററുടെ സഹധർമ്മൻ. അവരും ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ആരെന്ത് വിശ്വാസിച്ച് ഇവിടെ പണം മുടക്കും? അല്ല, ഇപ്പൊ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. നഗരസഭ ചെയർപേഴ്സൺ ഒരാളെ തീർക്കാൻ പറ്റുള്ളൂ. MLA ആകുമ്പോഴത്തേക്ക് ഒരു മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരെ തീർക്കാമല്ലോ. അല്ല, വ്യവസായികൾ വരരുത്. ഇല്ല, ഇവര് തന്നെ പറയുന്നു, അങ്ങേര് ഒരു 26 രാജ്യങ്ങളോളം സഞ്ചരിച്ചു നമ്മുടെ പിണറായി സഖാവ്. എത്ര വ്യവസായം ഇവിടെ വന്നു? കോടിക്കണക്കിന് ഓരോ തവണ കഴിഞ്ഞ് വരുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ വ്യവസായം വരുന്നു. അവർ വരുന്നു, ഇവിടെ വരുന്നു. ഇവിടെയുള്ള കിറ്റക്സിനെ പോലും അവർ ഓടിച്ചു വിട്ടു.
പ്ലെയിൻ അയച്ചാണ് കൊണ്ടുപോയത് ഹൈദരാബാദിലേക്ക് മിസ്റ്റർ സാബുവിനെ. ഇവിടെയുള്ള വ്യവസായങ്ങൾ വരെ പൂട്ടിക്കുവാനായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഇവരുടെ ഈ കുട്ടികൾക്ക് എന്ത് ജീവിതം കൊടുക്കാനാണ്? അത്ര പേർക്ക് ജോലി കൊടുക്കാൻ എന്ത് വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. പുതുതായിട്ട് ഈ 10 വർഷത്തിനുള്ളിൽ എത്ര പുതിയ വ്യവസായങ്ങൾ വന്നു. ഇനി പെട്ടിക്കട അതുപോലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും സ്വന്തമായിട്ട് പെട്ടിക്കട തുടങ്ങിയ ആൾക്കാരെ പോലും ഇവരുടെ ലിസ്റ്റിൽ കൂട്ടിയിരിക്കുക. ഞങ്ങൾ തുറന്നു കൊടുത്തു, ഇവരവിടെ പോയിട്ട് അടയ്ക്കാനേ നോക്കുകയുള്ളൂ. നമുക്കറിയാം ഈ പണപ്പെട്ടി പിരിവായിട്ട് വരുന്ന ആൾക്കാരെ കുറിച്ച്. ഞാനൊരു കൗൺസിലർ ആയിരുന്നല്ലോ, എനിക്കറിയാം കൊടുത്തില്ലെങ്കിൽ ഇവർ എത്രമാത്രം ദ്രോഹിക്കുന്നത്. പേടിച്ചിട്ടാണ് കാശ് കൊടുക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുറന്നാൽ പോലും നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ച പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കണ്ടോളാന്നാണ് പറഞ്ഞാൽ പോകുന്നത്. എത്ര പേർക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും? സ്വന്തം ചോര നീരാക്കി ഉണ്ടാക്കിയ ബിസിനസ് ഇവർ തകർക്കുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാനല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ പിണറായി സഖാവേ, കേരളത്തിന് നിങ്ങളുടെ മാനിഫെസ്റ്റോ ഒന്നും വേണ്ട, നിങ്ങളൊന്ന് ഇറങ്ങി തന്നാൽ മതി. ഞങ്ങൾ നന്നായി സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഡബിൾ എഞ്ചിനായിട്ട് ഇവിടെ മുന്നോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച വ്യക്തി എന്നുള്ളത് എനിക്കറിയാം എന്താണ് ഭാരതത്തിൽ നടക്കുന്നതെന്ന്. ഇവിടെ അതൊന്നും കാണിക്കുന്നില്ല. കേരളത്തിൽ നമ്മളൊന്നും അറിയുന്നില്ല. മീഡിയകൾ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കുടിവെള്ളത്തിന് കുടിവെള്ളം, ജോലിക്ക് ജോലി, പഠനത്തിന് പഠനം, അത്രയും പുറകിൽ കിടന്നിരുന്ന സംസ്ഥാനങ്ങളാണെന്ന് ഓർക്കണം ഈ കോൺഗ്രസ് ഭരിച്ച്. അപ്പോൾ കുറച്ച് സമയമെടുക്കും അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ അവർ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആകാശത്തെ പോലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നമ്മളും അവരോടൊപ്പം ചേരണം. നമുക്കും വേണം നല്ലൊരു ശോഭനമായ ഭാവി. നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ കുട്ടികൾ എവിടെ ഉണ്ടാവണം, നല്ല ശമ്പളത്തോടെ. നമ്മുടെ മക്കൾ രാവിലെ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമുക്കൊരു കൈനീട്ടമായിട്ടൊരു 5000 രൂപയൊക്കെ തരാനായിട്ട് നല്ല ശമ്പളത്തിൽ നല്ല ജോലിയായിട്ട് നമ്മുടെ കുട്ടന്മാരും സുന്ദരികളും സുന്ദരന്മാരും ഇവിടെ തന്നെ ഉണ്ടാവണം. അതിന് ഇവർ പോയേ പറ്റുള്ളൂ. പിണറായി ഇവിടെ നിന്ന് പോകണം. ഇന്ത്യ ലൈവ് നിരന്തരം നേരായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള അതിൻ്റെ യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ കരുത്തെന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളാണ്. നിങ്ങളുടെ നിർലോഭമായ സഹകരണം തുടർന്നും വേണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അതുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഈ നേരിനു വേണ്ടിയുള്ള ഈ യാത്രയെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.